ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രകോപനത്തിന് രാജ്യസഭയിൽ കടുത്ത ഭാഷയിൽ മറുപടി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. CPM-ന് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല മറ്റ് പലതും പൊള്ളിയിരിക്കുകയാണ്. 800-ലധികം ആളുകളെ കൊന്നു തള്ളിയവരാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും TP-51 സിനിമ പ്രദർശിപ്പിക്കാൻ ബ്രിട്ടാസിലും മുഖ്യമന്ത്രിക്കും ധൈര്യമുണ്ടോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. എമ്പുരാൻ സിനിമയിലെ കഥാപാത്രമുണ്ട്. ആരാധനയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. വഖഫ് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടയിലായിരുന്നു ജോൺ ബ്രിട്ടാസ് MP യൂദാസുമാരും എംപുരാൻ സിനിമയിലെ മുന്നമാരും BJP നിരയിലുണ്ടെന്ന പ്രകോപനപരമായ പ്രസ്താവന നടത്തിയത്. തൃശൂർ ജനതയ്ക്ക് തെറ്റുപറ്റിയെന്നും നിയമം അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ തൃശൂരും പൂട്ടിക്കുമെന്ന് പറഞ്ഞതോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ട് ബ്രിട്ടാസിന് മറുപടി നൽകിയത്. എംപുരാൻ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ബ്രിട്ടാസിനും കൈരളി ചാനലിനും ചാനലിന്റെ ചെയർമാനും മുഖ്യമന്ത്രിക്കും TP-51 ലെഫ്റ്റ് സിനിമകൾ പ്രദർശനത്തിന് അനുമതി നൽകാൻ ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. എംപുരാൻ എഡിറ്റ് ചെയ്തത് അണിയറ പ്രവർത്തകരുടെ ഇഷ്ടപ്രകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts? Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. It was their decision. 800-ലധികം ആളുകളെ കൊന്നുതള്ളിയ രാഷ്ട്രീയ പാർട്ടി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. മുനമ്പൻ ജനതയെ LDF വഞ്ചിച്ചെന്നും നിയമസഭ പാസാക്കിയ പ്രമേയം ഇന്നത്തോടെ അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്. ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം. മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ, പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ജനം, ഡൽഹി.